ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മുടെ നൈറ ബേബിയുടെ ഫസ്റ്റ് ബാത്താണ്, ബേബി ബാത്ത്. നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഈ ക്യാറ്റ് ഷാമ്പൂ ഒക്കെ ഇട്ടാണ് കുളിക്കാൻ പോകുന്നത് ഗൈസ്. ഇന്ന് കുളിച്ച് സുന്ദരിയാവുകയാണ് ഗൈസ്. അസോദി എൻ്റെ അനിയത്ത് ഇവളാണ് ഇവളെ കുളിപ്പിക്കാൻ പോകുന്നത്, നൈറയെ കുളിപ്പിക്കാൻ പോകുന്നത്. ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് പിടിച്ച് മുക്കാൻ പോവാണ്. പാവം പേടിച്ച് വിറച്ചിരിക്കുക, കഷ്ടം കിട്ടും. ഓ എൻ്റെ മക്കള് നൈറ ബേബി. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ടെറസാണ് ഗൈസ്. ടെറസിൽ നിന്നാണ് ഞങ്ങൾ കുളിക്കുന്നത്, കാരണം നേരെ വെയിലത്ത് കൊണ്ടിരുത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ വെള്ളമൊക്കെ നനഞ്ഞ് ഫുൾ പേടിച്ചിരിക്കുക കേട്ടോ. എന്റെ കൊച്ച് വിറയ്ക്കുന്നതല്ല, അഭിനയം. നമ്മളെന്നെ സാമ്പു ഒക്കെ തേച്ച് കുളിച്ചു മടി പെണ്ണേ. നമ്മള് സാമ്പു തേച്ച് കുളിച്ചു മടി പെണ്ണേ. നൈറാ ഒരു നോട്ടിട്ട് എന്റെ പൊന്നെ നോട്ടിട്ടിട്ട് പെണ്ണ്. നമ്മളിപ്പോ കുഞ്ഞ് സുണ്ടടി ആവണ്ടേ നമുക്ക്. ഈ സുണ്ടടി ആവണ്ടിട്ട് എന്റെ ദിവസം അവിടെ കിടന്ന് ഓടിച്ചാടി കളിച്ചോണ്ട് നടക്കുമല്ലായിരുന്നോ? ാമ്പൊക്കെ ഇട്ട് വെള്ളം പതപ്പിച്ചിടേടെ നമ്മള് മുക്കാൻ പോവാണ് അടുത്ത് വീണ്ടും. കടയണ്ട പോട്ട് പൊണ്ണ് കടയണ്ടടി, പോട്ടടി പെണ്ണ്. അതാണ് നമ്മള് മുങ്ങി ഷാമ്പൂല് ചെവി. ഹായ് നൈറ ബേബി കുളിച്ചോണേ. ചള്ളുണ്ടോ? ഗുരുതരമായിട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടാണ് അശ്വതി കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അശ്വതിയാണ് നൈറയുടെ കെയർ ടേക്കർ. എനിക്കിത് വലിയ റോളൊന്നുമില്ല. ഇടയ്ക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കുന്നു എന്നുള്ള റോള് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം എനിക്കറിയത്തില്ല. ഓക്കേ, രാവിലെ പെട്ടി നിന്നിട്ട് നേരെ പൂച്ച കുളിപ്പിക്കാൻ വന്ന 2 മഹതികളാണ് ഞാനും അവള്. ഞാൻ പല്ലു പോലും തേച്ചില്ല. സമയം ഇപ്പം 11 മണി കണ്ടായിരുന്നു തോന്നുന്നു. എന്താ ചെയ്യാനാ? ചെറിയ വിളിയും ഒരുപാട് ഷാമ്പു എടുക്കണ്ടേ. ചുമ്മാ ഉള്ള ബക്കറ്റിനകത്ത് വെള്ളത്തിനകത്ത് എല്ലാം എടുത്ത് കമത്തിയിട്ട് മുഖത്തൊന്നും വെള്ളമില്ല. നീ ചുമ്മാ ഷാമ്പു ഇട്ട് പിടിക്കാതെ ഇച്ചിരി കൂടെ വെള്ളം നനച്ചിട്ട് ചെയ്യും, എങ്കിലല്ലേ പതയുള്ളത്. ചെവിയിലും മൂക്കിലും വെള്ളം കയറുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നനയ്ക്കാത്തത്. വെള്ളം ഒഴിക്കണെന്തിന്? ചുമ്മാ കയ്യിൽ വെച്ചിട്ട് അങ്ങ് തേക്ക് മുഖത്ത്. ശരിയെന്നാ കഴിഞ്ഞ കളി. എന്താ
നനയ്ക്കാനൊക്കെ മൂക്ക് വെള്ളം കയറൂല. ഏറെക്കുറെ കുളിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇനി കുറച്ചൊന്ന് ടാപ്പിങ്ങും പിന്നെ കുറച്ച് വെയിൽ കാണൽ ചടങ്ങുകളൊക്കെ ആയിരിക്കും. പുള്ളിക്കാരി തണുത്ത് നല്ല അത്യാവശ്യം മരവിച്ചിരിക്കുക. പാവം തോന്നുന്നു. ഇച്ചിരിയേ ഉള്ളു വെള്ളം നനഞ്ഞപ്പോൾ ആളില്ല. അമ്പളോ ഇരിക്കണുണ്ടോ തണുത്തിട്ട്. പോട്ട് മക്കളെ, ചുണ്ടരി പെണ്ണെ പോട്ടടി. ആ പോട്ട്.